പരിവാദിനികള കലാ കുതൂഹല സാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദാ ശാരദേന്ദു കിരണോജ്വലാകൃതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. രത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്രത്തിൻ്റെ വിചാരം തുടരുകയാണ്. നമ്മൾ സൂത്രം 9 വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞു. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയത്വാൻ മിഥുനത്വമിതി എന്നുള്ളതാണ് സൂത്രം. ഒത്തിരി പദങ്ങൾ ചേരുന്നുണ്ട്. അതിൽ ഒരു 4 പദങ്ങൾ ചേർന്നിട്ടുള്ള അതിൻ്റെ ഒരു സമാഹാരമാണ് ആ സൂത്രം. അത് നമ്മൾ പിരിച്ചു പറഞ്ഞു. ജ്ഞാതൃജ്ഞാനയോഹോ അന്യോന്യ വിഷയ വിഷയത്വാത് മിഥുനത്വം ഇതി എന്നുള്ളതാണ് സൂത്രം. അതായത് സോപാധികമായ നിരുപാധികമായ ആ ജ്ഞാനത്തെയൊക്കെ വളരെ വിശദമായി പറഞ്ഞു തന്നിട്ട്
ആ നിരുപാധിക ജ്ഞാനം എങ്ങനെയാണ് സ്വാഭാവികമായ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളുമായി മാറിയപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പ്രതീതമാകുന്നത് എന്ന് ഗുരു വളരെ വിശദമായി പറയുകയാണ്. ഇക്കാരണം ഈ പറയുന്ന ഗുരു നമുക്ക് ഈ സൂത്രത്തിലൂടെ കൽപ്പിച്ച് തന്നിട്ടുള്ള, അനുശാസനം ചെയ്തു തന്നിട്ടുള്ള ആ ഒരു സാരത്തെ ഗുരുദേവ കൃതികളിൽ എല്ലായിടത്തും ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൂത്രം ഉണ്ടെങ്കിൽ ആ ഗുരുദേവ കൃതികളിലേക്കൊക്കെ ഒരൊറ്റ ക്ലിക്കിന് നമുക്ക് എല്ലായിടത്തും എത്താൻ സാധിക്കും. ആ രീതിയിലാണ് ഗുരു ഉള്ളടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അറിയുന്നവനും അറിവും ഒന്ന് തന്നെ. അറിയുന്നവനിൽ നിന്ന് ഭിന്നമല്ല അറിവെന്നും. അതുകൊണ്ട് അവയ്ക്ക് വിഷയത്വമുണ്ട്. അതുകൊണ്ട് അവ എങ്ങനെ ഇരിക്കുന്നു? ഒരുമിച്ച് ചേർന്ന് മിഥുനമായിരിക്കുന്നു, ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. അറിയുന്നവനിൽ നിന്ന് അറിവിനെയോ അറിവിൽ നിന്ന് അറിയുന്നവനെയോ മാറ്റാൻ സാധ്യമല്ല. രണ്ടും ഒരു പൊരുളാണെന്നാണ് പറഞ്ഞു വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു, ജ്ഞാതൃ എന്ന് പറഞ്ഞാൽ ജ്ഞാതാവാണ്, ജ്ഞാതാവ ആധാരസത്തയാണ്, അത് വിഷയിയാണ്. നമ്മൾ വിഷയിത്വാതെന്ന് പറഞ്ഞല്ലോ. ജ്ഞാതാവ് വിഷയിയാണ്, അത് ആധാരസത്തയാണ്, അത് പ്രധാനമാണ്. ഇനി ജ്ഞാനം വിഷയമാണ്, അത് ആധേയമാണ്, അത് വിഷയിയെ സംബന്ധിച്ച് അപ്രധാനവുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും വരാം. മിഥുനത്വമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം എന്നുള്ളതാണ് ഗുരു ഈ സൂത്രത്തിലൂടെ പറയുന്നത്. അപ്പം നമുക്കത് നമ്മൾ തുടങ്ങി വെച്ചായിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ കൺക്ലൂഷൻ ചെയ്യണം. ഒന്നേ പറയാനുള്ളൂ, ഞാൻ എന്ന് പറഞ്ഞ് എല്ലാവരിലും പ്രകാശിക്കുന്ന ആ ചൈതന്യം അതൊന്നേ ഉള്ളൂ, പലതില്ല. ഇവിടെ ചിന്തയുടെ 2 മണ്ഡലങ്ങളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ, നമ്മളുടെ ചിന്തയുടെ 2 മണ്ഡലങ്ങളിൽ നിന്ന്, സന്ദർഭങ്ങളിൽ നിന്ന് പരിശോധിക്കുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ വിഷയമായും വിഷയിയായും ഒക്കെ കൽപ്പന ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഞാൻ ഒന്നേ ഉള്ളൂ, ഞാൻ ഏകമാണ്. ആ എന്നെ തന്നെ ചിന്തയുടെ 2 സന്ദർഭങ്ങളിൽ, അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഇന്നലെ ഉദാഹരണം പറഞ്ഞു, എന്നെ തന്നെ വിഷയമായും വിഷയിയായും കൽപ്പന ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ശൈശവത്തിലെ ഞാനും ബാല്യത്തിലെ ഞാനും യൗവനത്തിലെ ഞാനും കൗമാര വാർദ്ധക്യത്തിലെയൊക്കെ ആ ഞാൻ മാറ്റമില്ല. ആ ഞാനിനൊരു മാറ്റവുമില്ലാതെ തുടരുന്നു. അപ്പോൾ ആ ഞാനെ തന്നെയാണ് ഇവിടെ പറയുന്നത് ഒന്നേ ഉള്ളൂ എന്ന്. ശൈശവത്തിലൊരു ഞാൻ, ബാല്യത്തിലൊരു ഞാൻ, കൗമാരത്തിലൊരു ഞാനൊന്നുമില്ല. മാറുന്ന ശരീരത്തിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന ആ ഞാൻ ഏകമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് വിസ്തരിച്ച് പോകുമ്പോൾ, സൂത്രം വിസ്തരിച്ച് പോകുമ്പോൾ അതിനകത്ത് നമുക്ക് എളുപ്പമായി തോന്നുന്നതും മനസ്സിൽ നന്നായി പതിയുന്നതുമൊക്കെയായ കാര്യങ്ങൾ വളരെ നന്നായി കുറിച്ചിടുക. എന്നിട്ട് നിങ്ങളുടെ ചിന്താധാരയിലൂടെ അതിനെ ചിന്തിച്ച് ഒരു പൊരി മാത്രമേ നമ്മളിപ്പോൾ തരുന്നുള്ളൂ. അത് കൂടുതൽ തീപ്പൊരിയാക്കി മാറ്റി ഗുരുവിൻ്റെ വേദാന്ത സൂത്രം ഭാരതത്തിൽ ചർച്ച ചെയ്യുന്ന ആ ഒരു നിലയിലേക്ക് നമ്മൾ ഈ പഠനത്തിനെ കൊണ്ടുപോകണം. നമുക്കറിയാം, ഗുരുവിൻ്റെ ദർശനം ഇന്ന് ലോകം മുഴുവൻ പ്രകാശപൂരിതമായി നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നാം നടന്നെടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ സൂത്രം ജനഹൃദയങ്ങളിൽ എത്തണമെങ്കിൽ, ഈ ഗുരുവിൻ്റെ വേദാന്ത സൂത്രം പ്രകാശിക്കണമെങ്കിൽ നമ്മളതിനെ അറിയുന്നവൻ വേണ്ടേ? അറിയുന്നവനുണ്ടെങ്കിലല്ലേ അറിവ് പ്രകാശിക്കൂ. അപ്പോൾ അതിനെ അറിഞ്ഞ് ഈ ലോകത്ത് പ്രസരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ശ്രദ്ധയോടെ കേൾക്കുക. ഒരു സെൻറ്റൻസ് മനസ്സിലായാൽ അത്രയും ഗ്രേറ്റ്, അങ്ങനെ നമുക്ക് കരുതാം. പറയുന്നതെല്ലാം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമ്മുടെ ബുദ്ധിയുടെയും അറിവിൻ്റെയും ആ വ്യാപ്തിയിൽ നിന്നുകൊണ്ട് കേട്ടതിനെ മനസ്സിലാക്കുക. എന്നാലും വെറുതെ കണ്ണടച്ച് കേട്ടുകൊണ്ടിരിക്കുക. കാരണം ഇത് നമ്മളെക്കുറിച്ചാണ് പറയുന്നതേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഞാൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചിന്തയുടെ 2 സന്ദർഭങ്ങളിൽ എന്നെ തന്നെയാണ് വിഷയമായും വിഷയിയായും ചിന്ത കൽപ്പന ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ നമ്മളോട് പറയുന്നുണ്ടല്ലോ, ഇരുളിൽ ഇരിപ്പവൻ ആര്? ഒരാളെ ചോദിക്കുന്നത്. അവിടെ ജ്ഞാതാവ് ചോദിക്കുകയാണ്, ഇരുളിൽ ഇരിപ്പവൻ ആര് ചൊൽക നീ എന്നൊരുവൻ ഉരപ്പത് കേട്ടു താനുമേവം
അറിവതിനാൽ അവനോട് നീയുമാരെന്ന് അരുളുമിതിൻ പ്രതിവാക്യമേകമാവും. അപ്പോൾ ചോദിക്കുന്നവനും ആരെക്കുറിച്ചാണോ ചോദിച്ചത് അത് രണ്ടും, ആ അറിയുന്നവനും അറിവും രണ്ടും ഒന്ന് തന്നെ എന്ന് ഗുരു എത്രയോ എത്രയോ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അറിയുന്ന ഞാനും നമ്മൾ അറിയപ്പെടുന്ന പ്രപഞ്ചവും, അറിയുന്ന ഞാനും അറിയപ്പെടുന്ന പ്രപഞ്ചവും ലോകവും ഒരേ ആത്മസത്യത്തിൻ്റെ രണ്ട് രൂപങ്ങൾ മാത്രമാണെന്നുള്ള സത്യം അറിയണം. ഒരേ ആത്മസത്യം തന്നെ അറിയുന്നവനായും അറിയപ്പെടുന്ന പ്രപഞ്ചമായും മാറിയിരിക്കുന്നു എന്നറിയണം. ഒന്നുകൂടെ, അറിയുന്ന ഞാനും അറിയപ്പെടുന്ന പ്രപഞ്ചവും ഒരേ ആത്മസത്യത്തിൻ്റെ തന്നെ രണ്ട് രൂപങ്ങൾ മാത്രമാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. അപ്പോൾ സത്യം അറിയാത്തവരാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ അറിയുന്നു എന്നൊരു കാര്യം പറയുകയാണ്. ഞാനൊരു കാര്യം അറിയുന്നു എന്ന് പറയുമ്പോൾ അറിവ് എൻ്റേതാണെന്ന് കരുതി പോകുന്നത് സത്യം അറിയാത്തവരാണ്. ഞാൻ അറിയുന്നു എന്ന് പറയുന്നിടത്ത് അറിവ് എൻ്റേതെന്ന് കരുതി പോകും. അപ്പോൾ എൻ്റേതെന്ന് പറയുന്ന ഒരു വസ്തു തീർച്ചയായും എന്നിൽ നിന്നും ഭിന്നമായ ഒന്നാണല്ലോ, അല്ലേ? ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ എൻ്റേതെന്ന് നമ്മളത് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റേതുകളെല്ലാം ഞാനിൽ നിന്ന് ഭിന്നമാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണെന്ന് പറയണത്. അങ്ങനെയല്ല പറയണത്, എൻ്റെ അറിവെന്നാണ് പറയണത്. അപ്പോൾ അത് എന്നിൽ നിന്നും എന്തായാലും അത് വേറെ ആയിരിക്കണം. അതുകൊണ്ട് സൂത്രകാരനായ ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുകയാണ്, 59ാമത്തെ സൂത്രം കേട്ടോ, ആത്മോപദേശ ശതകം 59ാമത്തെ സൂത്രം. ഇതൊക്കെ ടീച്ചർ നമ്മൾ എടുക്കുന്ന ഓരോ ശ്ലോകത്തിലെ ഗുരുവിൻ്റെ കൃതികളിലെ ശ്ലോകങ്ങളും അപ്പം അത് പഠന സഹായിയായിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇതോടൊപ്പം അതും ചേർത്ത് വെച്ച് പഠിച്ചു പോകണം. കാരണം അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇത് സൂത്ര രൂപത്തിൽ അടുക്കി തന്നിരിക്കുന്നത്. വേദാന്ത സൂത്രം പഠിക്കുക എന്നാൽ ഗുരുവിൻ്റെ കൃതി പഠിക്കുക എന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കണം നമ്മൾ. ഈ സൂത്രത്തിൻ്റെ അർത്ഥവും എന്നിവയും പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന എന്തോ ഗുരു പറഞ്ഞെന്നല്ല. ഗുരു തന്നതിനെയൊക്കെ ഒരു വേദപ്പൊരുളാണ് കൃതികളിലൂടെ നമുക്ക് തന്നേക്കണത്. ആ വേദപ്പൊരുളായ ഗുരുവിനെ നാം പല വിധത്തിൽ ഗുരു അങ്ങനെയാണ്, ഗുരു അത് ചെയ്തു, ഇത് ചെയ്തു, അത്ഭുത സിദ്ധി ചെയ്തു, ഗുരു സാമൂഹ്യ പരിവർത്തനം ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോഴും ഇതെല്ലാം ഉണ്ടാക്കിയതും ഈ സിദ്ധിവിശേഷം ചെയ്തതും എന്തിനാ? ഈ ഒരു മനുഷ്യൻ സ്വസ്ഥമായാൽ മാത്രമേ അവൻ അറിയേണ്ടത് അറിയാൻ സാധ്യമാകുകയുള്ളൂ. ഈ അറിയേണ്ടതിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടി തന്നെയാണ് ഗുരു സമൂഹത്തെ നന്നാക്കിയതും ഈ ഈശ്വരനെ നമുക്ക് തന്നതും. വേദനിക്കുന്ന ഏഴകളുടെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ കാണുമ്പോൾ അവിടെ നിന്ന് ഉള്ളുരുകി അവിടെ നിന്ന് ആ ഈശ്വരീയതയൊക്കെ പ്രകടമാക്കിയതും ഒക്കെ എങ്ങനെയാ? അനുകമ്പ നിറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം നമ്മൾ ഗുരുവിനെ പുകഴ്ത്തി പാടണം. പക്ഷെ അതോടൊപ്പം തന്നെ ഗുരു സന്തോഷിക്കുന്നത് എപ്പോഴാണ്? ഗുരു പറഞ്ഞു തന്നത് നാം പഠിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അല്പം പ്രകാശം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ഗുരു നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത്. അല്ലാത്തിടത്തോളം ഗുരു നമ്മുടെ അടുത്ത് ഇരിക്കില്ല. അപ്പോൾ ഒരു വരിയെങ്കിലും അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തുടങ്ങും നമ്മുടെ ഗുരുകാരനെ നമ്മിലേക്ക് വർഷിച്ച് തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ഋഷികടം തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വേദാന്തം കേൾക്കുമ്പോൾ, ദർശന കൃതികൾ കേൾക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റായി പോകും, അല്ലേ? നമ്മളിപ്പോഴും സഗുണങ്ങളുടെ പുറകിലാണ്, അല്ലേ? അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്നത് എന്തിനാണെന്ന് ഗുരു നമ്മളോട് അന്ന് ഓടി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതാത് പ്രദേശങ്ങളിൽ ഗുരു ഓരോരോ മനുഷ്യർക്ക് ആവശ്യമായ വിഗ്രഹങ്ങൾ തന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിലൊന്നിലും മനസ്സർപ്പിച്ച് നീ എത്തേണ്ട വഴിയെ എത്താനല്ലേ പറയണത്. നമ്മളല്ലാതെ ഓടുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുന്തോറും നമ്മൾ പുറകിലേക്കല്ല പോകേണ്ടത്, മുന്നിലേക്ക് തന്നെയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ സൂത്രകാരനായ ഗുരു ആത്മോപദേശ ശതകത്തിലെ 59ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, അറിവിനെ വിട്ടഥ ഞാനുമില്ല, എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം. അറിവറിയുന്നവൻ എന്നു രണ്ടുമോർത്താൽ ഒരു പൊരുളാം അതിലില്ല വാദമേതും. ആലോചിച്ച് നോക്കിയേ, വളരെ 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 ഓരോ ശ്ലോകങ്ങളും ഒരു ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച സകല അറിവുകളെയും ഗുരു നിറച്ച് വെച്ചേക്കുവാണ്. ഇത് വ്യാഖ്യാനങ്ങൾക്കൊക്കെ അപ്പുറമാണ്.
നമ്മളെപ്പോലെയുള്ള സാധാരണ ബുദ്ധിക്ക് ഇവിടെ വ്യാഖ്യാനങ്ങൾക്കും അപ്പുറമാണ് ഗുരു അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ആത്മീയ ചൈതന്യം. അപ്പോൾ പറയാണ് അറിവിനെ വിട്ട്, അതായത് അറിവിനെ നമ്മളിപ്പോൾ അറിയുന്നവനെയും അറിവിനെയും ഒരു ഒന്നായി കാണണമെന്ന് വിചാരം ചെയ്യുക. അപ്പോൾ ഈ ശ്ലോകം അല്ലാതെ പിന്നെ നമ്മൾ ഏത് പഠിക്കും? അപ്പോൾ പറയണം അറിവിനെ വിട്ട്, അറിവിനെ മാറ്റി നിർത്തിയാൽ ഞാനില്ല. എൻ്റെ കൂടെ മണ്ണ് പാത്രത്തെ മണ്ണിനെ മാറ്റിയ പാത്രമുണ്ടോ? മൺപാത്രമുണ്ടോ? ഇല്ല. അതുപോലെ അറിവിനെ ഒഴിവാക്കിയാൽ ഞാനില്ല. ഇനി അറിയുന്നവനായ എന്നെ ഒഴിവാക്കിയാൽ അറിവും സ്വന്തമായി അറിവിന് സ്വതന്ത്രമായി ഇവിടെ പ്രകടമാകാൻ സാധ്യമാകുകയില്ല. പരമമായ ചൈതന്യം ജഡമായ ഒരു ഉപാധിയുടെ മാത്രമാണ് ഇവിടെ പ്രകടരൂപം കൈക്കൊണ്ട് പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് അറിവിനെ ഒഴിവാക്കിയാൽ അറിവിനെ വിട്ടത ഞാനുമില്ല. അതാന്ന് പറഞ്ഞാൽ അനന്തരം. അറിവിനെ വിട്ടാൽ പിന്നെ ഞാനില്ല. എന്നെ പിരിയുകിലിൽ അറിവും, അല്ലെ? എന്നെ ഒഴിവാക്കിയാൽ അറിവുമില്ല. ആരറിയും? ഈ പ്രപഞ്ചത്തിൽ അനേക അറിവുകളുണ്ട്. ഇതിനെ അറിയാൻ ഒരാളില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് എന്താ പ്രയോജനം, അല്ലേ? അപ്പം അറിയുന്നവനും അറിവും ഒരേ പ്രകാശമാണെന്ന് ഗുരു പറയുന്നത്. പ്രകാശമാത്രം കണ്ട്, അറിയുന്നവനും അറിവും ഏകമായ പ്രകാശമാണ്. അറിവിനെ ഒഴിവാക്കിയാൽ ഞാനില്ല, അറിയുന്നവനായ എന്നെ ഒഴിവാക്കിയാൽ ഈ അറിവിനെ അറിയാനും ആരുമില്ല എന്ന അറിവെന്ന കൃതിയിൽ ഗുരു പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ രണ്ടും പരസ്പരം വിഷയീ ഭാവത്തിൽ തന്നെ വർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയാണ് അറിവ് അറിയുന്നവനെന്നു രണ്ടും ഓർത്താൽ, ഉണ്ടാ ജ്ഞാനം, അറിവെന്നും അറിയുന്നവനെന്നും രണ്ട് കാര്യങ്ങൾ ഓർത്താൽ, അല്ലേ? ഇതിനെ സംബന്ധിച്ച എന്താ പറയുക, ഇതിലില്ല ഓർത്താൽ ഒരു പൊരുളാം. രണ്ടും ഒന്നാണ്. അറിയുന്നവനും അറിവും ഒന്നു തന്നെയാണ്. അതിലില്ല വാദമേതും. ഇതിനെ സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്ന് പറയണത്. അപ്പോൾ നോക്കിക്കേ, വെറുതെ ഒന്ന് ചൊല്ലി നോക്കിക്കേ. എല്ലാവരും നമ്മൾ ആത്മോപദേശവും ഗുരുദേവ കൃതി മുമ്പിൽ ഉണ്ടാവണം. ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന ശ്ലോകം എടുത്തിട്ട് അതിലൂടെ ഒന്ന് മനസ്സ് സഞ്ചരിക്കണം. ഭക്തിയോടെ അതൊന്ന് ചൊല്ലുമ്പോൾ നമുക്കതിൻ്റെ പൊരുൾ കിട്ടും. അങ്ങനെ ഒത്തിരി കൃതികളും കൂടി നമുക്കിതിൻ്റെ ഒപ്പം പഠിച്ചു പോകണം. നോക്കിയേ, അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിലിൽ അറിവും പ്രകാശമാത്രം, അറിവറിയുന്നവനെന്നു രണ്ടുമോർത്താൽ ഒരു പൊരുളാം, അതിലില്ല വാദമേതും. എൻ്റെ അർത്ഥം മനസ്സിലായാൽ നമുക്ക് എന്ത് വേഗം ഇത് ഹൃദിസ്ഥമാക്കാം, അല്ലേ? അറിവിനെ വിട്ടാൽ ഞാനില്ല, എന്നെ മാറ്റി നിർത്തിയാൽ അറിവും അറിയാൻ ആളില്ലാതെ പോകും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്ത് പരമസത്യത്തിന് പ്രകാശിക്കുന്നത് ഒരു ഉപാധിയിലൂടെ മാത്രമാണ്. അതുമാത്രം നമുക്ക് അറിയാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന അറിവ് സ്വാഭാവികമായ അറിവാണ്. അതിലൂടെ അത് പ്രകാശിച്ച് പ്രകടമാകുമ്പോഴാണ് നമ്മളത് സ്വാഭാവികമായി അറിയുമ്പോഴാണ് അറിവുണ്ടെന്ന് ഒരു ബുദ്ധിയിൽ അത് പ്രകാശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ് രണ്ടും അറിവെന്നും അറിയുന്നവൻ എന്ന് രണ്ടും ഓർത്താൽ, ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും രണ്ടും ഓർത്താൽ ഒരു പൊരുളാം. രണ്ടും ഒന്നാണ്, ഏകമായ പൊരുളാണ്. പ്രകാശമാത്രം എന്ന് ഗുരു പറഞ്ഞല്ലേ, തജ്ജ്യോതിഹി. ബ്രഹ്മത്തിൻ്റെ ലക്ഷണം അവിടെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ശ്ലോകം വിചാരം ചെയ്തതാണ്, അല്ലേ? പ്രകാശമാത്രം, തജ്ജ്യോതിഹി, അറിവ് പ്രകാശമാണ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതിൽ വാദപ്രതിവാദത്തിന് ഒരു അവകാശവും ഇല്ല. കാരണം ഇതിനെ മറ്റൊരു രീതിയിൽ വാദിച്ച് ആർക്കെങ്കിലും അറിയുന്നവനിൽ നിന്ന് വേറെയാണ് അറിവെന്ന് ആർക്കെങ്കിലും ഈ ലോകമുള്ളിടത്തോളം കാലം ഇതിനെ മാറ്റി പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ഗുരു പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഏതൊരു കാലഘട്ടം വന്നാലും ഇതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ ഒരു പോർഷനും ഇല്ലാത്ത രീതിയിലുള്ള തത്വമാണ് മഹാഗുരുവിൻ്റെ ആ പരമ്പൊരുളിൻ്റെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്നേക്കുന്നത്. ഒരാൾക്കും അത് ഇങ്ങനെയല്ലെന്ന് പറയാൻ പറ്റില്ല. ഭക്തി ആത്മാനുസന്ധാനം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റും? എവിടെ പോയി പ്രാർത്ഥിച്ചാലും അവനവൻ തന്നെ പ്രാർത്ഥിക്കുന്നവനിലേക്ക് നോക്കി തന്നെ പ്രാർത്ഥിക്കണം. വിഗ്രഹത്തിലെ നോക്കണമെങ്കിലും ആ വിഗ്രഹത്തെ കാണിക്കുന്ന കാഴ്ച അവനവൻ്റെ ഉള്ളിലുള്ള ബോധമാണ്, വെളിച്ചമാണ്. അത് ഇത്തിരി ചിന്താശേഷിയുള്ളവർക്ക് മനസ്സിലാവും, അല്ലേ? എന്നിട്ട് നമ്മൾ എന്തു പറയും? അവിടെ ഇവിടേക്ക് നമുക്ക് ഓടണം എന്ന് പറയും, അല്ലേ? ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാനാണ് നമ്മളിതൊക്കെ പഠിക്കണത് കേട്ടോ. അത് നന്നായി മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ
അറിവിനെ ഒഴിവാക്കിയാൽ ഞാനില്ല, എന്നെ ഒഴിവാക്കിയാൽ അറിവുമില്ല. ഞാൻ എന്നതും അറിവെന്നതും ഒരേ പ്രകാശമാണ്, അല്ലേ? രണ്ടും ഒരൊറ്റ പൊരുളാണ്. ഇതിനെ സംബന്ധിച്ച് വാദം വേറെ ഒന്നുമില്ല. ഒരു വാദപ്രതിവാദത്തിന് അവകാശമില്ല. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ ലോകജീവിതം സാർത്ഥകമായി. പിന്നെ നമുക്ക് ഈ ലോകത്ത് അതിനുവേണ്ടി മറ്റൊന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ അതാണ് ഗുരു അറിയപ്പെടും ഇത് വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം. അറിവിതിലൊന്നായതുകൊണ്ട് അറിവല്ലാതില്ല വേറൊന്നും. അറിയപ്പെടുന്ന പ്രപഞ്ചം അറിവിൽ നിന്ന് ഭിന്നമല്ല. ഇത് അറിവിതിലൊന്നായതുകൊണ്ട്, അറിവിനോട് അറിയുന്നവൻ അറിവിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് അറിവല്ലാതില്ല വേറൊന്നും. ഇത് ശരിക്കും മഹാഗുരു അറിവെന്ന ശ്ലോകം എടുത്തിട്ട് നോക്കൂ. ആദ്യത്തെ ഭാഗത്താണ് അത് കിടക്കുന്നത്. അപ്പോൾ അറിവെടുത്തിട്ട് ഒന്ന് നോക്കിയാൽ മതിയില്ല. 16 ശ്ലോകങ്ങളെങ്ങാണ്ടല്ലേ അതിലുള്ളത്. എല്ലാത്തിലും അറിവെന്ന പദം ചേർത്തിട്ടുണ്ട്. ഓരോ വരിയിലും അറിവുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്ന കൃതിയാണ് അറിവ് കേട്ടോ. അറിയപ്പെടും ഇത് വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം. അറിവിതിലൊന്നായതുകൊണ്ട് അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും. ഗുരു ഇവിടെ അതേ കണ്ടുള്ളൂ. എല്ലായിടത്തും ഓടി ഒന്ന് മ്യൂട്ടാക്കണേ. ഗുരു ഇവിടെ അതല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ഇവിടെ പരമ ചൈതന്യമല്ലാതെ മഹാഗുരു മറ്റൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ ഇരുട്ടിൽ ഓടി തപ്പിക്കൊണ്ട് നടക്കുകയാണ്, അല്ലേ? വളരെ സങ്കടം തോന്നും പലപ്പോഴും. ആത്മോപദേശ ശതകം 60-ാമത്തെ ശ്ലോകം ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കണം. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥമോർത്തിടാതെ, പറകിലുമ പരതത്വം എന്ന പോലെ ഈ അറിവറിയുന്നവൻ അന്യമാകുകയില്ല. ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഇതൊക്കെ ഗുരു സ്വാനുഭവത്തിൽ നിന്ന് ഊറി നമുക്ക് ആത്മോപദേശ ശതകത്തിലൂടെ തന്നിട്ട്, വേദാന്ത സൂത്രം തന്നിട്ട് നാളുകൾ എത്രയായി നമുക്ക്? വേദാന്ത സൂത്ര രൂപത്തിൽ ഇത് എഴുതി വെച്ചിട്ട് നമുക്കിതൊരു പുതിയ തേങ്ങ പോലെ അങ്ങനെ നമ്മുടെ മുമ്പിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ കാലമേറെ കടന്നു പോയപ്പോൾ ആ ദർശനം ഉള്ളിലേക്ക് ആഴത്തിൽ വേരോടിയപ്പോൾ നമ്മൾ പതുക്കെ ഗുരുവിൻ്റെ കൃതികളൊക്കെ എടുത്ത് തുറന്നപ്പോൾ ഒരു നിധി, സുവർണ കുംഭം, ജ്ഞാനം തന്നെ അതിനകത്തേക്ക് ഉള്ളടക്കി വെച്ചിരിക്കുന്നു. അത് ആ ജ്ഞാനത്തെ അവോളം പാനം ചെയ്യാൻ ഭാഗ്യമുള്ള സുഹൃതികളാണ് ഇതിൻ്റെയൊക്കെ കൂടെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാത്തൊരു ഗുരു പറയുന്ന പോലെ എന്താ, ആ പതിയേതെന്നറിയാതൻ പതിയെ നിന്നെ തിരഞ്ഞു പലരുമിതാ, അല്ലേ? മതികെട്ടൊന്നിലുമില്ലാതെ അതിവാദം കൊണ്ടൊഴിഞ്ഞു പോകുന്നു. ശരിക്കും തിരയണം. ആരാഞ്ഞാൽ മാത്രമേ ഗുരു ആരാന്നറിയാൻ പറ്റുള്ളൂ. പുറമേ നിന്നുകൊണ്ട് ജൽപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതിന് ഇത്തിരി കഷ്ടപ്പെടണം, ആഴത്തിലേക്ക് ഇറങ്ങണം, ഗുരുവിനെ പഠിക്കണം, ആഴത്തിൽ ആഗ്രഹം വേണം എനിക്കറിയണമെന്ന്. അപ്പോൾ നമ്മിലേക്കത് പ്രകാശിക്കും. അപ്പോൾ ഇവിടെ പറയാണ് ആത്മോപദേശ ശതകം 60-ാമത്തെ ശ്ലോകം കൂടി ചേർത്ത് പഠിച്ചോണം. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥമോർത്തിടാതെ. അറിവിനെ സംബന്ധിച്ചിട്ടുള്ള പരമമായ കാര്യം, അല്ലാതെ പരമാർത്ഥം മനസ്സിലാക്കാതെ അറിവിനെയും ഞാൻ എൻ്റേത് എന്നുള്ള രീതിയിൽ മമതയ്ക്ക് അധീനമാക്കി പറയുന്നു. ആ അറിവ്, ഈ അറിവ്, എൻ്റെ അറിവ്, നിൻ്റെ അറിവ്, അല്ലേ? എന്നിങ്ങനെ ആ അറിവൊന്നാണെന്ന പരമാർത്ഥം അറിയാതെ അറിവിനെയും ഞാൻ എൻ്റേത് എന്ന രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ട് മമതയ്ക്ക് അധീനമാക്കി മനുഷ്യർ സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്. സത്യം അറിയാത്തവരാണ്. എന്നാലും ഇവിടെ പറയാണ്, അങ്ങനെ പരമാർത്ഥമോർത്തിടാതെ പരമാർത്ഥമോർത്തിടാതെ അറിവിനെ മമതയ്ക്ക് അധീനമാക്കി. മമത എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റേത്, ഞാൻ നേടിയ അറിവ്, ആ അറിവ് എൻ്റേതാണ്, ഞാൻ എഴുതിയ നോട്ട് എൻ്റേതാണ്, ഇതെനിക്ക് പഠിക്കാനാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഈ മമതയ്ക്ക് അധീനമാക്കി അറിവിനെ പരമാർത്ഥമോർത്തിടാതെ മനുഷ്യർ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാലും ഇത് പറയാണ്, പരതത്വം എന്ന പോലെ. പരതത്വമുണ്ടല്ലോ, പരമമായ തത്വം, അതൊന്നേ ഉള്ളല്ലോ. പരമമായ അറിവ് ഒന്നേ ഉള്ളൂ. ആ അറിവ് പരതത്വം അറിയുന്നവനിൽ നിന്നും അന്യമല്ലാതിരിക്കുന്നത് പോലെ, അറിയുന്നവനിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത് പോലെ എൻ്റേത് എന്ന് കരുതുന്ന അറിവും എന്നിൽ നിന്ന് ഭിന്നമല്ല.
പരമമായ സത്യം അറിയുന്നവനിൽ നിന്ന് ഭിന്നമല്ലാതിരിക്കുന്നത് പോലെ എൻ്റേത് എന്ന് ഞാൻ പറഞ്ഞ അറിവ് എന്നിൽ നിന്ന് ഭിന്നമല്ല എന്നർത്ഥം. ഞാൻ അറിവ് തന്നെയാവുന്നു എന്നർത്ഥം. അതാണ് ഗുരു നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ആ മാറ്റി നിർത്താൻ പറ്റില്ല. അറിയുന്ന വസ്തുക്കളും അറിയുന്നവനും ഒരേ പൊരുള് തന്നെയാണെന്നാണ് ഗുരു പറയുന്നത്. കാരണം മനുഷ്യർ തമ്മിൽ ഒത്തിരി വിഭാഗീയതകളും കലഹങ്ങളും ഒക്കെ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പേരിൽ മനുഷ്യൻ പരസ്പരം പോരടിച്ച് മല്ലടിച്ച് കഴിയുന്നൊരു കാലഘട്ടത്തിൽ ആത്മീയമായ വെളിച്ചം മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് കെട്ടുപോയപ്പോൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചതും അവനവനെ സംബന്ധിച്ചതുമായ സത്യം ഒന്ന് തിരയണമെന്ന് പോലും അറിയാതെ ഇരുട്ടാർന്ന് കിടന്നിരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ മുന്നിലേക്ക് പരമമായ സത്യത്തെ വെച്ചുകൊണ്ട് ആ സത്യം തന്നെയാണ് അറിയുന്ന നീയും ഈ അറിയപ്പെടുന്ന പ്രപഞ്ചവും എന്ന് അതിനെ സാക്ഷാത്കരിച്ച് അനുഭവിച്ച് അതായി മാറിയിട്ടാണ് ഗുരു പറയുന്നത്. മാറി നിന്നല്ല ഗുരു പറയണത്, അതിനെ സ്വാംശീകരിച്ചിട്ടാണ്. മരുത്വാമലയിലെ അവിടുത്തെ കഠിന തപസ്, അവിടെ നിന്ന് അനുഭവിച്ച ആത്മീയമായ അനുഭൂതിയിൽ ഇരിക്കാനാണ് ഗുരു മരുത്വാമലയിൽ പോയത്. അവിടെ നിന്ന് ആത്മസാക്ഷാത്കാരം നേടിയെന്നല്ല നമ്മൾ പറയേണ്ടത്. കാരണം ആ ജനനത്തിലെ തന്നെ ആ പരമ ചൈതന്യ സ്വരൂപനായി ഭൂമിയിലേക്ക് അവതരിച്ച മഹാഗുരു പരിപൂർണ സംതൃപ്തിയോടെ അവിടെ നിന്ന് അവതരിച്ചപ്പോൾ ആ ഒരു അനുഭൂതിയിൽ കുറച്ചുനാൾ അവിടെ നിന്ന് ഇരുന്നു അല്ലേ. ആ ഇരുന്നപ്പോഴാണല്ലോ വേദനിക്കുന്ന ഏഴകളുടെ കണ്ണുനീര് ഓർത്ത് ആ അനുകമ്പ ശരീരം സ്വീകരിച്ചു വന്നാൽ അത് ഗുരുവാണ്. അതുകൊണ്ടാണ് ഗുരുവിനെ എവിടെ പറയുമ്പോഴും ഏത് രാജ്യത്ത് എന്ന് പറയുമ്പോഴും സർവ്വ സ്വീകാര്യനായിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് തന്നെ പറയുമ്പോൾ സങ്കടം വരും. കാരണം അത് ആ ഗുരുവിൽ പ്രകാശിച്ചിരിക്കുന്ന അനുകമ്പ അത്രയാണ്. സകലത്തിനോടും ഒന്നിനോടും ഗുരുവിന് ഒരിക്കലും ഒരു വിദ്വേഷമോ വെറുപ്പോ പ്രകടമാക്കാനാവില്ലായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ ഏത് കാര്യം എവിടെ ഇറങ്ങിയാലും എവിടെ പറഞ്ഞാലും എല്ലാവർക്കും സ്വീകാര്യമായി മാറുന്നത്. എന്തുകൊണ്ടാണ്? ഗുരുവിൻ്റെ സ്വരൂപം അനുകമ്പയായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 60ാമത്തെ സൂത്രവും ഇതിനോട് ചേർന്ന് പഠിക്കണം. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥമോർത്തിടാതെ പറകിലും അപരതത്വം എന്ന പോൽ, പരതത്വം എന്ന് പറഞ്ഞാൽ പരമമായ സത്യം അറിയുന്നവനിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത് പോലെ എൻ്റേത് എന്ന് ഞാൻ പറഞ്ഞ അറിവും എന്നിൽ നിന്ന് ഭിന്നമല്ല. അതാണ് അറിവ് അറിയുന്നവൻ അന്യമാകുകയില്ല. അറിയുന്നവനും അറിവും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. കാരണം പിന്നെ പറയാൻ കാരണം നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ നമ്മളുടെ ആത്മപ്രകാശമാണ് ആ വസ്തു ആകാരത്തിൽ പരിണമിച്ചിട്ട് നമ്മളിലേക്ക് അത് പ്രകാശമായി വരുന്നു. പുറത്തല്ല അത് കണ്ടത്, ഉള്ളിൽ തന്നെയാണ്. കാണുന്നവനിലാണ് അത് പ്രതിബിംബിച്ചത്. കാണുന്നവൻ്റെ അറിവിൻ്റെ പ്രകാശത്തിലാണ് ആ വസ്തു നമ്മളിലേക്ക് വന്നത്. അത് കുറച്ച് വളരെ ഏകാഗ്രമായിരുന്ന് ഗുരുവിൻ്റെ ഗതികളിലേക്കൊക്കെ സൂക്ഷ്മമായി ഇറങ്ങിയൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ അത് മനസ്സിലാവും. ഏതൊരു വസ്തുവും പ്രകാശിക്കുന്നത് ആത്മപ്രകാശത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്ന അറിവറിയുന്നവന് അന്യമാകുകയില്ല എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, അറിവ് തന്നെയാണ് അറിയുന്നവൻ തന്നെയാണ് അറിവ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വെറും വാക്കുകളിൽ മാത്രമാണ്. രണ്ടും തമ്മിൽ ഒരു ഭിന്നതയും ഇല്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിഷയമായും വിഷയിയായും ആത്മാവായും അനാത്മാവായും ഒക്കെ ഇരിക്കുന്നത് ഒരേ അറിവിൻ്റെ പൊരുൾ മാത്രമാണ്. വിഷയമായും വിഷയിയായും ആത്മാവായും അനാത്മാവായും ഒക്കെ ഇരിക്കുന്നത് ഒരേ അറിവിൻ്റെ പൊരുൾ മാത്രമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വത്തിലാകെ നിറഞ്ഞിരിക്കുന്നത് ആ അറിവാണ്. ഈശാവാസി ഉപനിഷത്തൊക്കെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ അത് നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞതാണ്. ഈ വിശ്വത്തിലാകെ നിറഞ്ഞിരിക്കുന്നത് അറിവാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതില്ലാത്ത ഒരിടയില്ല, തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഓരോ മണൽത്തരി എടുത്ത് പരിശോധിച്ചാൽ പോലും അതിനകത്ത് ശക്തി സ്പന്ദനമുണ്ട്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് വിശ്വത്തിലാകെ നിറഞ്ഞിരിക്കുന്ന അറിവാണെന്ന് പറഞ്ഞത്. അതിൽ ഓരോ അംശത്തിലും ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ച്
ഈ വിശ്വവ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ആ അറിവ് തന്നെയാണ്. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും ഇരുന്ന് ശക്തിയായി സ്പന്ദിച്ചുകൊണ്ട് ഈ പ്രപഞ്ച സംവിധാനത്തെ ആകെ ഈ വിശ്വവ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അറിവാണ്. ഇവിടെയൊക്കെ ഈ പ്രപഞ്ചത്തിലെ അറിവിലൊക്കെ ത്രിപുടിയായിട്ടാണ് അറിവ് പറയണതെന്ന് നമ്മൾ പറഞ്ഞു. ജ്ഞാതാവായിട്ടും ജ്ഞാനമായിട്ടും ജ്ഞേയമായിട്ടും എന്ന് 3 ഘടകങ്ങൾ പ്രപഞ്ചത്തിലെ എല്ലാ അറിവുകളും. ഏതൊരു വസ്തുവിനെ നമ്മൾ എടുത്താലും അറിയുന്നവനുണ്ട്, അറിയപ്പെടുന്ന വസ്തുവുണ്ട്, അറിവ് എന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പ്രകൃതിയിലെ എല്ലാ അറിവും ത്രിപുടികളായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൽ ത്രിപുടികളിലെ രണ്ട് കാര്യങ്ങളെ മാത്രമേ പറയുന്നുള്ളൂ, ജ്ഞാനത്തെയും ജ്ഞാതാവിനെയും. ജ്ഞേയത്തെ അടുത്ത സൂത്രം കൊണ്ട് നമുക്ക് വിശദീകരിച്ച് തരും. അപ്പോൾ അടുത്തത് ഈ അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിലെ ഓരോ മൺതുരിയിലും ഈശ്വരാംശം ഇരുന്ന് സ്പന്ദിക്കുന്നുണ്ട്. നമ്മളിലും ഇരുന്ന് അകവും പുറവും സ്പന്ദിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നാലും നമ്മൾ കർമ്മം നടക്കുന്നുണ്ട്. നമ്മളിൽ വെറുതെ ഇരിക്കുക, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞാലും ഉള്ളിൽ പ്രാണൻ സ്പന്ദിക്കുന്നതും ശ്വാസം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതും അല്ലേ, ഇങ്ങനെ രക്തപ്രവാഹവും അങ്ങനെ ഓരോന്നും നമ്മുടെ ഉള്ളിൽ വെറുതെ ഇരുന്നാലും അനുസ്യൂതം ഇങ്ങനെ ആ പ്രപഞ്ചത്തിൻ്റെ അകത്തും പുറത്തും കർമ്മം ഇങ്ങനെ നിൽക്കാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർമ്മപ്രവാഹമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന കർമ്മങ്ങളെ തൻ്റെ കർമ്മമെന്ന് കരുതി നമ്മുടെയൊക്കെ ദുഃഖത്തിന് കാരണമാണ് ഗുരു പറയുന്നത്. ഈ പ്രകൃതിയിൽ നടക്കുന്ന പ്രകൃതിക്ക് അനുഗുണമായി നടക്കുന്ന കർമ്മങ്ങളെ ഇത് തൻ്റെ കർമ്മമെന്ന് കരുതി നമ്മൾ കർത്തൃത്വം ഏറ്റെടുക്കും. മക്കളെ വളർത്തിയത് ഞാനാന്ന് പറയും. എന്നിലൂടെ നടത്തപ്പെടുന്ന ഈശ്വരനെ അറിയാതെ ഞാനാണിത് നടത്തിയെന്ന് അവകാശപ്പെടും. ഞാനൊരു രാജ്യപാലകനായാൽ എന്നിലൂടെ ഈ കർമ്മം നടത്തുന്നത് ഈശ്വരശക്തിയാണെന്ന് അറിയാതെ ഞാനാണ് ഇതിൻ്റെ അധികാരി എന്ന് പറയുമ്പോൾ അവിടെ ദുഃഖമായി. നമുക്കറിയാം, അതീവ സമ്പന്നന്മാരായ ആളുകൾ പോലും എത്രയോ ഭൗതിക സൗഭാഗ്യങ്ങളുടെ ഇടയിൽ കഴിയുമ്പോൾ സംതൃപ്തരാണോ? അറിയേണ്ടതിനും അറിയാത്തതുകൊണ്ടാണ്. ഭൗതിക സുഖഭോഗങ്ങൾ ഒരിക്കലും നമുക്ക് സമാധാനവും സംതൃപ്തിയും തരില്ല. നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്ക് ഉറപ്പായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്, സുഖവും ഒരിക്കലുമില്ല ദുഃഖമല്ലാതെ. കാരണം ഈ കാണുന്ന പ്രപഞ്ചം അനുദിനം ചലിച്ചു മാറുന്നതാണ്. ഇവിടെ സുഖം തേടി ഒരു മനുഷ്യജന്മം പാഴാക്കി കളയണ്ട. അറിയേണ്ടത് അറിഞ്ഞു പോകുമെന്നാണ് പറയണത്. നീ ഇവിടെ ഭൗതികതയിൽ എല്ലാം നേടിക്കോളൂ, സുഖം അനുഭവിച്ചോളൂ, എല്ലാം ചെയ്തോളൂ. പക്ഷെ ഈ വന്നിരിക്കുന്ന പ്രപഞ്ചം എന്താണെന്ന് നീ അറിഞ്ഞേ പറ്റൂ. അത് അനുനിമിഷം ചലിച്ചു മാറുന്നതാണ്. ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന നിന്റെ ശരീരവും അനുനിമിഷം ചലിച്ചു മാറുന്നതാണെന്ന സത്യം അറിഞ്ഞിട്ട് നീ ഇവിടെ വ്യവഹരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അറിയേണ്ടത് അറിയാതെ ഇവിടെ ഇതെൻ്റെ കർമ്മമാണെന്നും പറഞ്ഞ് വ്യവഹരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, വല്ലാത്ത ദുഃഖഭാരം കൊണ്ട് നമ്മൾ തളർന്നു പോകും അല്ലേ. ഇത് എന്നിലൂടെ നടപ്പാക്കുന്നത് ഈശ്വരനാണെന്ന് നമ്മൾ കരുതിയാൽ മതി. തൻ്റെ കർമ്മം എന്ന് കരുതി കർത്തൃത്വം ഏറ്റെടുക്കുന്നതും കർമ്മഭാരം കൊണ്ടും അല്ലേ. നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഒരു ദിവസം ഒന്ന് ജീവിച്ചു പോകാൻ എത്രയോ പാടുപെടണം. ശാരീരികമായി വേദന എടുക്കുന്നവരങ്ങനെ, ഒന്ന് ഉറക്കം കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരെത്ര. ഈ സമൂഹത്തെ ആർക്കാണ് നന്നാക്കാൻ സാധിക്കുന്നത്? ഏതൊരു മേഖലയെ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഒരു എന്താ പറയുക, ഒരു കരുണയുടെ വെളിച്ചം നമുക്ക് കാണാനില്ല. എവിടെ നോക്കുമ്പോഴും സ്വാർത്ഥതയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്താ പറയുക, എങ്ങും എവിടെ നോക്കിയാലും ദുഃഖവും ദുരിതങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ കൂടുതൽ സമാധാനമായിട്ട് ഇരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം സ്പിരിച്വലി സ്റ്റേബിളായവരാ. കാരണം ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് ഗുരു പറഞ്ഞു തന്നിരിക്കുന്നതും അതുകൊണ്ടാണ്. പക്ഷെ ഒരു നാമം പോലും നമ്മൾ പഠിക്കില്ല, അതാണ്. എന്നിട്ട് നമ്മൾ തർക്കിക്കുകയും ചെയ്യും. അവിടെയാണ്. അപ്പോൾ നമ്മൾ കർത്തൃത്വം ഏറ്റെടുത്ത് കർമ്മഭാരം കൊണ്ട് നമ്മൾ തളർന്ന് കർമ്മഫലം അനുഭവിക്കാനുള്ള ബാധ്യതയൊക്കെ കൊണ്ട് നമ്മൾ ഈ കിട്ടിയ മനുഷ്യജീവിതത്തെ ഏറ്റവും നരകമാക്കി തീർക്കുകയാണ് മനുഷ്യൻ. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ പരമസത്യം അറിയുമ്പോൾ സർവകർത്തൃത്വവും ജഗദീശ്വരനാണെന്ന് ബോധ്യമാവും. ഗുരു വളരെ ലളിതമായി ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയിൽ നമ്മളോട് അത് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്.
അതാണ് പറഞ്ഞത് പൊരുൾ. നമ്മുടെ എല്ലാവരുടെയും ദുഃഖം അതല്ലേ, പൊരുള്, സമ്പത്ത് ദുഃഖമാണ്. അതില്ലെങ്കിലും ദുഃഖം, ഉണ്ടെങ്കിലും ദുഃഖം. മക്കൾ ഉണ്ടെങ്കിലും ദുഃഖം, ഇല്ലെങ്കിലും ദുഃഖം അല്ലേ. ഇല്ലെങ്കിൽ ഇല്ലെന്നും പറഞ്ഞിരിക്കുക, ഉള്ളെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി, ഇല്ലാത്തതിനേക്കാൾ 100 ഇരട്ടി ദുഃഖമാണ്. ഉയർത്തിരൾ, ഭൗതിക സുഖഭോഗങ്ങൾ, ആയുസ് ഒക്കെ പറയാം. ശരീരത്തിൻ്റെ അവസ്ഥ പറയാനേ ഇല്ല അല്ല. ഒരിത്തിരി രോഗമില്ലാതെ ജീവിക്കാൻ ആർക്ക് സാധിക്കുന്നോ അവനാണ് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാൻ എന്ന് പറയാം, ശരീരം കൊണ്ട്. എന്നാൽ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥന ചെയ്യാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം ദുഃഖം കൊണ്ടുവരുന്നവയാണ്. പൊരുളും ഉടമ്പും മക്കളും ഉയർത്തിരൾ, ഇതൊക്കെ അനർത്ഥകരം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഇത് അനർത്ഥകരമാകണത്? ധനം ഒരിക്കലും അനർത്ഥകരമല്ല, മക്കൾ ഒരിക്കലും അനർത്ഥകരമല്ല, ശരീരം അനർത്ഥകരമല്ല, ജീവിത സൗഭാഗ്യങ്ങൾ അനർത്ഥകരമല്ല. പിന്നെ എന്താ ഗുരു അങ്ങനെ പറഞ്ഞത്? കരളീന്ന് കളയണം. നീയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് ആ കർത്തൃത്വവും നീ ഏറ്റെടുക്കുമ്പോഴാണ് നിനക്കത് വലിയ ദുഃഖമായിട്ട് മാറണത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ഗർഭപാത്രത്തിലേക്ക് ജന്മമെടുക്കുമ്പോൾ അത് ഈശ്വരൻ്റെ കരങ്ങൾ അതിന് എത്രത്തോളം അവിടെ പ്രവർത്തിക്കുന്നു എന്ന് പിണ്ടനന്ദിയിലൂടെ പറഞ്ഞു തന്നു ഗുരു നമുക്ക്. എന്നാലും നമ്മൾ എന്തു ചെയ്യും? എൻ്റെ കുഞ്ഞിനെ ഈശ്വരൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. ഞാനാണ് ഇതിൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ് നമ്മൾ ഇല്ലാത്ത ദുഃഖങ്ങൾ എടുത്തു വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സമർപ്പിക്കാൻ ധൈര്യപൂർവ്വം പഠിക്കണം. പറയുന്നത്ര എളുപ്പമല്ല, പക്ഷെ നമ്മളിത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കാൻ പറ്റില്ല. കാരണം ഈ ലോകത്തെ മറ്റ് ജീവികളെല്ലാം എന്താ പറയുക, ഈ പ്രകൃതിക്ക് അനുയോജ്യമായി ജീവിച്ചു പോണത്. വൃക്ഷങ്ങളും പക്ഷി മൃഗാദികളും ഒക്കെ ശ്രേഷ്ഠ ജന്മം കിട്ടിയ മനുഷ്യന് മാത്രമാണ് ഈ ലോക ജീവിതത്തിൽ ദുഃഖിച്ച് അല്ലാതെ സുഖമില്ലാതെ കഴിയുന്നത്. ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ ജീവികളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പക്ഷി, ആ പക്ഷിക്ക് പ്രകൃതി അനുഗുണമായി ഒരു കൂടുണ്ടാക്കാനുള്ള കഴിവ് അതിന് കൊടുക്കും. എത്ര മനോഹരമായാണ് ഓരോ പക്ഷികളും അതിൻ്റെ ശരീരത്തിന് അനുയോജ്യം. അതിന് കയറിയിരിക്കാനുള്ള അത്ര മതി. അതിന് ബംഗാളികളെ കൊണ്ടുവന്ന് കൊട്ടാരമൊന്നും അതിന് പണിയണ്ട. അതിന് ജീവിക്കാനുള്ള ഒരു ഇച്ചിരി ഇട അത് മനോഹരമായി, ആ വീട് നിർമ്മിക്കാനുള്ള കരവിരുത് അതിൽ നിന്ന് തന്നെ പ്രകൃതിയായിട്ട് അതിന് വരിക. അതിൻ്റെ പ്രകൃതിയിൽ തന്നെയുണ്ട്. അത് എൻജിനീയറിംഗ് ഒന്നും പഠിക്കാൻ പോയിട്ടല്ല. നമ്മൾ വെറുതെ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതുപോലെ പിന്നെ പാമ്പിന് ഒരു ഇത്തിരി പോകുന്ന ആ പാമ്പിൻ്റെ ശരീരത്തിന് അനുയോജ്യമായ ഹോളത് ഉണ്ടാക്കുന്നുണ്ടോ അല്ലേ? അതുപോലെ തന്നെ എന്താ പറയുക, അവയ്ക്ക് ഏതെങ്കിലും വസ്ത്രം, ബ്രാൻഡഡ് വസ്ത്രം മേടിക്കാൻ പോകണോ എവിടെയെങ്കിലും? പ്രകൃതി അവർക്കൊരു വസ്ത്രം കൊടുത്തിട്ടുണ്ട്, അതിലവർ സംതൃപ്തരാണ്. നമ്മളാണ് നായക്കുട്ടിയൊക്കെ വളർത്തി ആർട്ടിഫിഷ്യൽ വസ്ത്രമൊക്കെ ഇട്ട് കൊണ്ടു നടക്കുന്നത് അല്ലേ. പക്ഷേ പാമ്പിന് അതിൻ്റെ ആ തോല് കുറച്ച് സമയം എത്തുമ്പോൾ അതിൻ്റെ ആ തോലിൻ്റെ ശക്തി കുറയുമ്പോൾ അതിൽ തന്നെ ഒരു ശക്തി ഉപയോഗിച്ച് അത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റത് വരും അല്ലേ. ചെമ്മരിയാടിൻ്റെ രോമങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ശരീരത്തിന് അനുയോജ്യമായി എന്ത് ഭംഗിയായിട്ടാണ് കുപ്പായം ഈശ്വരൻ തയ്ച്ചിട്ട് കൊടുത്തേക്കുന്നത് അല്ലെ. ഹിമക്കരടി ആ ഹിമാലയത്തിൽ ജീവിക്കാൻ ആവശ്യമായ ആ ഒരു തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായ പ്രകൃതി അതിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ അവരൊന്നും വസ്ത്രം മേടിക്കാൻ കാശിന് വേണ്ടിയൊന്നും ഓടി നടക്കേണ്ട ആവശ്യമില്ല. അവയ്ക്ക് അവയുടേതായ കരവിരുതുണ്ട്, വാസസ്ഥലം ഉണ്ടാക്കുന്നുണ്ട് അവർ പ്രകൃതിയിൽ ജീവിക്കുന്നവരവരെ മാത്രം. പ്രകൃതിക്ക് അനുയോജ്യമായി അവർ ജീവിച്ചു പോവുകയാണ്. മനുഷ്യനാണ് ജീവിതം നയിക്കുന്നത്. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് കരുതി ജീവിക്കുന്നത് മനുഷ്യനാണ്. ഇവിടെ തോട്ടത്തിലെ എട്ടുകാലി എന്ന് പറഞ്ഞ കൃതിയിലെ കുമാരനാശാൻ പറയുന്നുണ്ട്, വളരെ മനോഹരമായി അത് പറയുന്നുണ്ട്. പ്രകൃതിയിലെ ഓരോ ജീവികളും എത്ര സമാധാനവും ശാശ്വതമായി ജീവിക്കുന്നു. അവരുടെ കരവിരുതുകൾ ജഗദീശ്വരനാൽ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അവർ പ്രകൃതിക്ക് അനുയോജ്യമായി ജീവിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട് ടീച്ചറിനെ അറിയാലോ, ടീച്ചർ കുമാരനാശൻ്റെ കൃതികളെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്, മലയാളം അധ്യാപികയാണ്. മിനുത്തു നേർത്ത നൂലിതെങ്ങു മൂടികൂടുമീ ഈ അനർഘമാം നെയ്ത്തു തന്നെ അഭ്യസിച്ചതെങ്ങു നീ നിനയ്ക്ക നിന്റെ തുന്നൽ കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്കു തങ്കമുദ്ര കിട്ടും എട്ടുകാലി നിശ്ചയം. തോട്ടത്തിലെ എട്ടുകാലിയിൽ പറയാണ് അല്ലേ. ആരാണ് അത്ര മനോഹരമായ ആ നൂല് കൃത്യമായ അളവിൽ അത്
ഒരു വളവും തിരിവും ഇല്ലാതെ ആ നൂലുണ്ടാക്കാനുള്ള പ്രകൃതിയുടെ ആ പ്രകൃതി കൊടുത്തിരിക്കുന്ന കഴിവ് അല്ലേ? അതിനനുയോജ്യമായ ഓരോ ജീവിയും ജീവിക്കുന്നത്. വലിയ കാടെടുക്കുമ്പോൾ എത്രയോ വന്യമൃഗങ്ങൾ ജീവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൊച്ചു മുയലും അല്ലേ, കൊച്ചുറുമ്പും കൊച്ചാമയും എല്ലാം അവിടെ ജീവിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ വിശപ്പടങ്ങിയാൽ ശാന്തരാണ്. നാളത്തേക്ക് വേണ്ടി അവർക്ക് ഓടണ്ട, വസ്ത്രം മേടിക്കാനും ഓടണ്ട അല്ലേ? അപ്പോൾ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, വളരെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു, ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിച്ചു പോരുന്നവരാണ് അവരൊക്കെ. അപ്പോൾ മനുഷ്യൻ മാത്രമാണ് ഈ കർമ്മഫലം അനുഭവിക്കാനുള്ള വ്യഗ്രത, കർത്തൃത്വം എൻ്റെയാണ്, ഭോക്തൃത്വം എൻ്റെയാണെന്ന് കരുതി കിട്ടിയ ഈ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തെ ഇങ്ങനെ ദുഃഖപൂർണമാക്കി മാറ്റുന്നത് മനുഷ്യൻ മാത്രമാണ്. നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കർമ്മദർശനം, ഗുരുവിൻ്റെ കർമ്മദർശനം ഒന്ന് എടുക്കുക കേട്ടോ എല്ലാവരും. ദർശനമാലയിലെ കർമ്മദർശനം എടുക്കുക. അതിൽ ഈ കർത്തൃത്വവും അറിയുന്നവനും അറിവും പറയുമ്പോൾ വളരെ വ്യക്തമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളാരും വേറിട്ട് നമുക്കൊരു കർമ്മവും ഇല്ല ഈശ്വരന് അപ്പുറം എന്നാണ് കർമ്മദർശനം പറയണത്. അതിൽ എല്ലാം പഠിച്ചെങ്കിൽ അത്രയും നിങ്ങൾക്ക് നല്ലത്. രണ്ടാമത്തെ എടുക്കുക കേട്ടോ. അതായത് സർവകർമ്മങ്ങളും ജഗതീശ്വരനിലാണ് നടക്കുന്നത് എന്ന് ഗുരു പറയുക. അറിയുന്നവനും അറിവും ഒന്ന് തന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് ഒന്നും കൂടി എളുപ്പമാവും. കർമ്മദർശനം 2 ആരാ ഒന്ന് വായിക്കുക? എല്ലാവരും ഉണ്ടോ? ഇത് ക്ലിയർ ആവുന്നുണ്ടോ പറയണൊക്കെ? ക്രിയതേ കർമ്മ പരമാത്മനാ ചിത്തേന്ദ്രിയാത്മനാ. ഇനി ഓക്കെ, വളരെ സാറേ ഏത് ചൊല്ലിയാലും സാറിന് പരിചയമാണ്, അതെല്ലാം എന്നും അത് ഉപാസന ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരൊറ്റ നോട്ടത്തിൻ്റെ ആശയം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ശ്ലോകം ഹൃദിസ്ഥമാക്കുക. അനുഷ്ഠുപ വൃത്തത്തിൽ ഗുരു എഴുതിയ ദർശനമാലയിലെ കർമ്മദർശനം പറയുക. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? പരമാത്മന, 3ാമത്തെ വരിയിലെ അവസാനത്തെ വാക്കും തുടങ്ങി. പരമാത്മന, പരമാത്മാവിനാൽ എന്താ പറയുക, ചിത്തേന്ദ്രിയാത്മന, ചിത്തം എന്ന് പറഞ്ഞാൽ അറിയാലോ, അന്ധകരണം കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളാൽ അല്ലേ? പരമാത്മാവിനാൽ, ഇന്ദ്രിയങ്ങളാലും, ചിത്തം, ഇന്ദ്രിയങ്ങൾ എന്നിവയാൽ ചെയ്യപ്പെടുന്നത് എന്തൊക്കെയാ? അതായത് നമ്മളുടെ ചിത്തമായും ഇന്ദ്രിയങ്ങളായും രൂപം പകർന്നിരിക്കുന്ന പരമാത്മാവിനാൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ സൃഷ്ടി പ്രക്രിയയൊക്കെ പറഞ്ഞു, ആ ജീവനിൽ നിന്ന് അന്ധകരണം ഉണ്ടായത്, ഇന്ദ്രിയം ഉണ്ടായതൊക്കെ പറഞ്ഞു. അപ്പോൾ പരമാത്മാവ് തന്നെയാണ്, ശ്രദ്ധിച്ചേ, വളരെ ഡീപ്പായിട്ടൊന്ന് ശ്രദ്ധിച്ചേ, പരമാത്മാവ് തന്നെയാണ് ചിത്തമായും, ചിത്തം എന്ന് പറഞ്ഞാൽ അന്ധകരണമായും ഇന്ദ്രിയങ്ങളായിട്ട് ഇരിക്കുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. സൃഷ്ടി പ്രക്രിയ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ആ ഇന്ദ്രിയമായതും മനസ്സായതും ഒരേ പരമാത്മാവ് തന്നെയാണെങ്കിൽ പരമാത്മന ചിത്തേന്ദ്രിയാത്മന, ചിത്തം ഇന്ദ്രിയങ്ങൾ എന്നിവയാൽ രൂപം പകർന്നിരിക്കുന്ന പരമാത്മാവിനാലാണ്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്തവും ഇന്ദ്രിയവും ആയി വന്നിരിക്കുന്നത് ജഗദീശ്വരൻ തന്നെയാണ്. ആ ജഗദീശ്വരനാലാണ് മന്യേ എന്ന് വെച്ചാൽ എന്താ? ഞാൻ വിചാരിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു. അഹം മന്യേ, എല്ലാത്തിലും ഞാനെന്ന് എടുത്തോളണം. അഹം മന്യേ, ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന ഞാനല്ല, എൻ്റെ ചിത്തമായി വന്നിരിക്കുന്നത് പരമാത്മാവാണ്. ഞാൻ പറയുന്നതല്ല, ഗുരു പറയണതാണ് കേട്ടോ. എൻ്റെ ചിത്തമായി വന്നിരിക്കുന്നത് പരമാത്മാവാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? പരമാത്മാവിലൂടെ ഞാനെന്ന ജീവൻ കടന്നു പോകുന്നു മാത്രമേ ഉള്ളൂ. മന്യേ, ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോഴും കണ്ട, വദാമി, അഹമാണ് അവിടെയൊക്കെ കർത്താവ്. അതാണ് ഉത്തമപുരുഷ ഏകവചന ക്രിയ ഉപയോഗിച്ചിരിക്കുക. മറ്റത് ആത്മനേപഥമായതുകൊണ്ടാണ് മന്യേ എന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പറയുന്നു, വദാമി പറയുന്നു, ഗൃഹണാമി ഞാൻ എടുക്കുന്നു, ശൃണോമി ഞാൻ കേൾക്കുന്നു. ഇതൊക്കെ ക്രിയാപദങ്ങളാണ്. എന്തൊക്കെയാ? മന്യേ, വദാമി, ഗൃഹണാമി, ശൃണോമി ഇത്യാദി രൂപതഃ.
അതായത് ചിത്തം, ഇന്ദ്രിയങ്ങൾ എന്നിവയാൽ രൂപം പകർന്നിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു, ഞാൻ പറയുന്നു, ഞാൻ എടുക്കുന്നു, ഞാൻ കേൾക്കുന്നു എന്നീ രൂപത്തിലെ എന്നിങ്ങനെ ആ ഞാൻ രൂപം പകർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്, പല രൂപങ്ങളോടുകൂടി കർമ്മം ചെയ്യുന്നത് പരമാത്മാവ് തന്നെയാണ്. ചിത്തം, ഇന്ദ്രിയങ്ങൾ എന്നിവയായി രൂപം പകർന്നിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു, പറയുന്നു, എടുക്കുന്നു, കേൾക്കുന്നു എന്നുള്ള തരത്തിൽ കർമ്മം ചെയ്യുന്നത്. അപ്പം കർമ്മമൊക്കെ ആരുടെയാ? കർമ്മം നടക്കുന്നത് ആരിലൂടെയാണ്? പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? നമുക്ക് വന്നു പെടുന്ന സകലതും പരമാത്മാവിലൂടെ തന്നെയാണ് കടന്നു പോണത്. അതിനുള്ള പ്രതിവിധിയും പരിഹാരവും അവിടെ തന്നെ ഉണ്ട്. ഒറ്റയ്ക്കാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒറ്റയ്ക്കല്ല, കൂടെ ആളുണ്ടെന്ന് തന്നെ അറിയുക. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് കൂടെ കൂടിയവരല്ലേ ഉള്ളൂ. ഇത് നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ കൂടെ കൂടിയതാണ്. നമുക്ക് ഈ ശരീരം വന്നപ്പോൾ മുതൽ നമ്മുടെ കൂടെ കൂടിയ ചൈതന്യമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഇത് കുറേ നാൾ കഴിഞ്ഞ് നമ്മളോടൊപ്പം കൂടിയവരല്ലേ പിരിഞ്ഞു പോയത്. അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പ്രകാശിക്കുന്ന ആ കൂട്ടുകാരനെ എന്താ ഓർക്കാത്തേ? അതല്ല ഗുരു നമ്മളെ ഓർപ്പിക്കുന്നത്. നമുക്ക് എന്താ ആശ്വാസമാണ് ഗുരു തരുന്നത്. ഈ ദുഃഖപൂർണമായ ജീവിതത്തിൽ ഈ അറിവിൻ്റെ വെള്ളി വെളിച്ചം വിതറിക്കൊണ്ട് മഹാഗുരു എത്രയോ കാരുണ്യം നമ്മളോട് കാണിച്ചിരിക്കുന്നു. ഒരു പ്രഭാത സഞ്ചാരത്തിനിടയിൽ പോലും അവിടുന്ന് വെറുതെ ഇരുന്നില്ല. നമ്മളെപ്പോലെയുള്ള ഏഴകൾക്ക് പഠിക്കാനായി ദർശനമാല രചിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രഭാത സഞ്ചാരം പോലും നടന്നതല്ലേ. അന്നേരം ഊറി വന്നതല്ലേ ദർശനമാല. അപ്പോൾ അടുത്തത് ശ്ലോകം 6 പറയുക. അപ്പോൾ ചിന്തകളും പ്രവൃത്തിയുമെല്ലാം ചിത്തം, ഇന്ദ്രിയവുമായി രൂപം പകർന്നിരിക്കുന്ന പരമാത്മാവിനാലാണ് കർമ്മം നടക്കുന്നതെന്നാണ് ഗുരു പറയുന്നത്. അടുത്തത് ശ്ലോകം 6 പറയുക, ജ്വലതി ജ്വലനോ വായുർ, ജ്വലതി ജ്വലനോ വായുർ വാതി വർഷതി വാരിതഃ ധരാത്മാ സന്ധരതി ഖൽവേഗോ വഹതി വാഹിനി. കേൾക്കുമ്പോൾ ടഫാന്ന് തോന്നും, വളരെ എളുപ്പം. നോക്കൂ, 6ാമത്തെ ശ്ലോകം എടുത്തേ, പുസ്തകം എടുത്ത് പ്രാർത്ഥനാമഞ്ജലി എടുത്തു വെക്കുക. ഏകഹാ ഖലു, 3ാമത്തെ വരിയിൽ 4ാമത്തെ വരിയിലായിട്ട് കിടക്കുക. ഏകഹാ ഖലു, ഖലു എന്ന് പറഞ്ഞാൽ ആണല്ലോ, ഒരു ആത്മാവ് തന്നെയാണല്ലോ. മുന്നേ ശ്ലോകത്തിൽ പറഞ്ഞു ഏകഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ ആത്മാവ് തന്നെയാണല്ലോ. നോക്കിക്കേ, ഏകഹ ഖലു. നോക്കൂ, ജ്വലതി ജ്വലനഹ, ജ്വലതി ജ്വലിക്കുന്നു, ജ്വലനഹ ജ്വലിക്കുന്നവനായി അഗ്നിയായി ജ്വലിക്കുന്നതും. പിന്നെയോ ജ്വലതി ജ്വലനോ വായുർ വാതി, വാതി എന്ന് പറഞ്ഞാൽ വീശുക. എന്ത്? വായുവായി വീശുന്നതും, കാറ്റ് വീശുന്നതും എന്ന് പറഞ്ഞാൽ വായുവായി ചലിക്കുന്നതും, അഗ്നിയായി ജ്വലിക്കുന്നതും. വാരിതഹ വർഷതി, വാരി എന്ന് പറഞ്ഞാൽ വെള്ളം. വാരിതഹ എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞിരിക്കുമ്പോഴാണ് മേഘം നമ്മൾ കാർമേഘം എന്ന് പറയുക. ആ കാർമേഘത്തിൽ നിന്നാണല്ലോ മഴ പെയ്യുക. അപ്പോൾ വാരിതഹ എന്ന് പറഞ്ഞാൽ കാർമേഘമായി പെയ്യുന്നതും വർഷണം ചെയ്യുന്നതും ആ ഏകനാണ്. അഗ്നിയായി ജ്വലിക്കുന്നതും കാറ്റായി വീശുന്നതും കാർമേഘമായി മഴ പെയ്യിക്കുന്നതും ധരാത്മാസൻ. ധരാത്മാസൻ അതായത് ധര എന്ന് പറഞ്ഞ ഭൂമി, ഭൂമിയുടെ രൂപം ധരിച്ച് ധരാത്മാസൻ ധരതി ധരിക്കുന്നു. എന്തിനെ? ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളെയും ധരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭൂമിയുടെ രൂപത്തിൽ. അതും അവനാണ് എന്ന് പറഞ്ഞില്ലേ. ധരയായ നീ നദീ നാരിയും ധര നദീ നാരിയും നരനുമാ നാഗവും നരകവും എന്ന് വേറെ ശ്ലോകത്തിൽ ഗുരു ജന്യനവരത്നമഞ്ജരിയിലും പറഞ്ഞു അല്ലേ. ധരയും നദിയും നാരിയും പാമ്പും പർവ്വതവും പക്ഷിയും ഒക്കെയായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ മറ്റൊരു രൂപത്തിൽ ഗുരു പറഞ്ഞു തരികയാണ് ധരാത്മാ സന്ധരതി. ധരാത്മാ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ധരിക്കുന്ന ഭൂമിയായി നിന്നുകൊണ്ട് സമസ്ത ചരാചരങ്ങളെയും നീ ധരിക്കുന്നു. എന്നിട്ട് പറയണം വഹതി വാഹിനി. വാഹിനി എന്ന് പറഞ്ഞാൽ നദിയായി കൊണ്ടൊഴുകുന്നതും നീ തന്നെ. കർമ്മങ്ങളെല്ലാം നിന്നെ തന്നെ. അപ്പോൾ അറിയുന്നവനായ എന്നിൽ നിന്നും വേറിട്ടല്ല ഒരിക്കലും അറിവ്. ജ്വലതി ജ്വലനോ വായുർ വാതി വർഷതി വാരിതഃ ധരാത്മാ സന്ധരതി ഖൽവേഗോ വഹതി വാഹിനി. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ അന്വയം എടുക്കും? ദർശനമാലയും കൂടി ഞാൻ ക്ലാസ് എടുത്താൽ പോകുന്ന കേട്ടോ.
ഈ ശ്ലോകങ്ങൾ പഠിച്ചോളണം. ഏകഹ ഖലു. കാരണം ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഇതിൻ്റെയൊക്കെ ആശയം നമുക്ക് വേണം. ഇനിയുള്ള സൂത്രങ്ങളിൽ ഏകഹ ഖലു എന്ന് പറഞ്ഞ ഏകനായ ഈശ്വരൻ തന്നെയാണ്. ബാക്കിയെല്ലാം അന്വയിച്ച് കോമയിട്ട് എഴുതി വെച്ചോളണം. ജ്വലതി ജ്വലനഹ. ജ്വലതി എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക, ക്രിയാപദമാണ്. ജ്വലനഹ, ജ്വലിക്കുന്നവൻ ആരാ? അഗ്നി. അഗ്നിയായി ജ്വലിക്കുന്നവനും. വായുഹു വാതി. വാതി വീശുക, വായുവായി വീശുന്നതും കാറ്റായി വീശുന്നതും. വാരിദഹ വർഷതി, മേഘമായിക്കൊണ്ട് പെയ്യുന്നതും, കാർമേഘത്തിൻ്റെ രൂപം പ്രാപിച്ച് മഴയായി പെയ്യുന്നതും മഴയായി വരുന്നതും. ധരാത്മാ സൻ ധരതി, ധരയുടെ രൂപം ധരിച്ച്, ഭൂമിയുടെ രൂപം ധരിച്ച്, ധരാത്മാ എന്ന് പറഞ്ഞ ഭൂമിയുടെ രൂപം ധരിച്ചുകൊണ്ട്, സൻ അങ്ങനെ ആയിക്കൊണ്ട്, ധരതി എല്ലാത്തിനെയും ഇവിടെ താങ്ങി നിർത്തുന്നു ഭൂമിയുടെ രൂപം ധരിച്ച്. പിന്നെ പറയാണ് വഹതി വാഹിനി, നദിയായി നദിയുടെ രൂപം മാറുന്നു ഒഴുകിക്കൊണ്ടിരിക്കുന്നതും നീ തന്നെയാണ്. ഭഗവാനെ, എല്ലാം നീ തന്നെയാണല്ലോ. നീയല്ലാതെ ഒന്നുമില്ലല്ലോ ഇവിടെ, അല്പം പോലും മറ്റൊന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ അടുത്തൊരു ശ്ലോകം എടുത്തോളൂ കേട്ടോ. കർമ്മദർശനത്തിലെ 8-ാമത്തെ. ഊർധ്വം പ്രാണോ ഹ്യതോപാനഃ ഖൽവേഗോ യാതി നിഷ്ക്രിയഃ നാഢ്യന്തരാളേ ദമതി ക്രന്ദതി സ്പന്ദതി സ്ഥിതൗ. എന്താ ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഗുരു ഇങ്ങനെ ആ ശാന്തമായി മൗനമായി ഈ വാദകോലാഹലങ്ങളുടെ ഇടയിലൊക്കെ ഗുരു ഇരുന്നതല്ലേ. 7-ാമത്തെയാണ് അല്ലേ അത്? ഊർധ്വം പ്രാണോ ഹ്യതോ അപാനഃ എന്നുള്ളത് 7ആണോ? ഓക്കെ അതൊന്ന് ശ്രദ്ധിച്ചോ. നമ്പറൊക്കെ നിങ്ങൾ കറക്റ്റ്. അതെ ഓഡിയോ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ വായിക്കാം. അവസാനം വോയിസ് ഡിസ്റ്റർബൻസ് ആവും. എൻ്റെ ഓഡിയോ ഓണായിരിക്കുന്നതുകൊണ്ടേ എക്കോ വരുന്നു. ഊർധ്വം പ്രാണോ ഹ്യതോപാനഃ, അതോ അപാനഃ എന്ന് എടുക്കണം. എല്ലാവരും ആ പ്രാർത്ഥനാ മഞ്ജരിയിൽ നോക്കിയിരുന്നിട്ട് ഒന്ന് വായിക്കാൻ പഠിക്കുക. ഊർധ്വം പ്രാണോ ഹ്യതോ അപാനഃ. ഹ്യതോപാനഃ, പാനഃ എന്ന് പറയരുത്. ആ ഉള്ളിൽ സൈലൻ്റായിട്ട് ഉച്ചരിച്ചോളണം. ഊർധ്വം പ്രാണോ ഹ്യതോപാനഃ ഖൽവേഗോ യാതി നിഷ്ക്രിയഃ. 6-ാമത്തെ ശ്ലോകത്തിലും ഖൽവേഗഃ എന്നുണ്ട്. ഏകഹ ഖലു. ഖലു എന്ന് പറഞ്ഞാൽ ആണല്ലോ, ഒരുവൻ തന്നെയാണല്ലോ, ഒരേ ഒരു പരബ്രഹ്മൻ തന്നെയാണല്ലോ എന്നർത്ഥം. ഖൽവേഗോ യാതി നിഷ്ക്രിയഃ നാഢ്യന്തരാളേ ദമതി ക്രന്ദതി സ്പന്ദതി സ്ഥിതൗ. നോക്കൂ, ഇവിടെ പറയണേ ഏകഹ ഖലു, ആ ഒരേ ഒരു ജഗദീശ്വരൻ തന്നെയാണല്ലോ, പരമ്പൊരുൾ തന്നെയാണല്ലോ. ഊർധ്വം പ്രാണഃ, പ്രാണനായി മുകളിലേക്കും. ഊർധ്വം തന്നെ മുകളിലേക്ക് അല്ലേ, ഉപരി. പ്രാണനായി മുകളിലേക്കും. അധോ അപാനഃ, അപാനപ്രാണനായി അധോ ഭാഗത്തേക്കും താഴത്തേക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരേ ഒരു ഈശ്വരനാണ്, ഈശ്വരശക്തി തന്നെയാണ് പ്രാണനായി ശരീരത്തിൽ നിന്ന് ഹൃദയദേശത്തിൽ നിന്ന് മുകളിലേക്കും അപാനനായിക്കൊണ്ട് നമ്മുടെ ആഹാരങ്ങളെയൊക്കെ ദഹിപ്പിച്ചുകൊണ്ട് പചനപ്രക്രിയയൊക്കെ നടത്തിക്കൊണ്ട് അധോ ദിശയിലേക്ക് സഞ്ചരിക്കുന്നതും. പിന്നെ എന്താണ്? നാഢ്യന്തരാളേ, ഇവിടെ പറയുന്നത് ഏകഹ ഖലു നിഷ്ക്രിയഃ സ്ഥിതൗ. അത് ചേർത്ത് പറഞ്ഞോളണം. നിഷ്ക്രിയനായി സ്ഥിതി ചെയ്തുകൊണ്ട്, സർവസാക്ഷിയായി യാതൊരു ക്രിയയുമില്ലാതെ ആ സാക്ഷിയായി നിന്നുകൊണ്ട്, നിഷ്ക്രിയനായി സ്ഥിതി ചെയ്തുകൊണ്ട്, യാതൊരുവനാണോ നിഷ്ക്രിയഃ സ്ഥിതൗ. ഏകഹ ഖലു നിഷ്ക്രിയഃ സ്ഥിതഃ എന്നെടുക്കണം. ഏകഹ ഖലു നിഷ്ക്രിയഃ സ്ഥിതഃ. ഏകനായ ഒരു ആത്മാവ് മാത്രമാണ് നിഷ്ക്രിയനായി സ്ഥിതി ചെയ്തുകൊണ്ട്, യാതൊരു കർമ്മവുമില്ലാതെ സ്ഥിതി ചെയ്തുകൊണ്ട്, ബാക്കിയൊക്കെ കോമയിട്ട് പോകാം. ഊർധ്വം പ്രാണോ, പ്രാണനായി മുകളിലേക്കും. അധോ അപാനഃ, അപാനനായി അധോഭാഗത്തേക്കും. യാതി സഞ്ചരിക്കുന്നത്. എന്നിട്ട് യാതി എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചരിക്കുക. പിന്നെ പറയാം നാഢ്യന്തരാളേ ദമതി, ധമനികളിൽ ഇരുന്നു കൊണ്ട്, നാഡികളിൽ ഇരുന്നു കൊണ്ട് അത് എന്താ പറയുക, ദമനം ഇടിക്കുക എന്ന് പറയും, നാഡിമിടിപ്പെന്ന് പറയും. നാഡികളിരുന്നു കൊണ്ട് മിടിക്കുന്നതും. പിന്നെ പറയാണ് നാഡികളിരുന്ന് മിടിക്കുന്നതും. ക്രന്ദതി മൂളുന്നതും,
മൂളുന്നതും, പിന്നെന്താ സ്പന്ദതി, അവിടെ ഇരുന്ന് സ്പന്ദനം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരുവൻ തന്നെയാണ്. നാഡികളിരുന്ന് മെടിക്കുന്നതും, നാഡികളിരുന്ന് മൂളുന്നതും, നാഡികളിരുന്ന് സ്പന്ദിക്കുന്നതും. അപ്പോൾ സൂക്ഷ്മചലനം മുതൽ വലിയ ചലനം വരെയുള്ള സകല ചലനങ്ങളും നടക്കുന്നത് ഈ ജഗദീശ്വരനിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ ജഗദീശ്വരൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കുന്നില്ല. നിഷ്ക്രിയനായി സ്ഥിതി ചെയ്തുകൊണ്ടാണ് ആ ഏകനിലൂടെയാണ് കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. ആ ഏകനെ അറിയണ്ടേ അല്ലേ? ഏകൻ ദേഹവും ദേഹിയും ഒന്നായി വിഴുങ്ങിടും ഏകനും ഉണ്ടറിഞ്ഞിടു പാമ്പേ അല്ലെ ഗുരു പറയണ പോലെ. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാ നമോ നമ അല്ലേ. അടിക്കു പന്നി പോയി, അപാനപ്രാണം താഴത്തേക്ക് സഞ്ചരിച്ചു. മുടിക്കൊരന്നവും പറന്നടുത്തു, മുകളിലേക്ക് പ്രാണനും സഞ്ചരിച്ചു. കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ, നീ തന്നെയാണ് പിന്നെ അപാനനും പ്രാണനും ഒക്കെ ആയിട്ടിരുന്ന് സ്പന്ദിക്കണം. പക്ഷെ നിന്നെ കണ്ടിട്ടില്ല, നിന്നെ സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടില്ല. നീ എവിടെയാ? കാണാൻ പറ്റിയിട്ടില്ല. ഇനി സാക്ഷാത്കരിച്ചാലോ? എടുത്തു നീ വിഴുങ്ങി എന്നെ, നിന്നിലൂടെയാണ് ഈ കർമ്മങ്ങളെല്ലാം നടക്കുന്നത് എന്ന് ഞാൻ അറിയുന്നൊരു നിമിഷം ഞാനും നീയും ഇല്ല, ഒന്നായി. ഞാൻ നീ തന്നെയായി മാറുക. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. ഈ അനുഭവം കൊണ്ടാണ് ഗുരു പറയുന്നത്. ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവും എല്ലാം ആ ഏകനിൽ അടങ്ങിക്കഴിഞ്ഞു. പിന്നെ അറിയാൻ ആളില്ല വേറെ. ഇന്ദ്രിയങ്ങളോടൊപ്പം എല്ലാം ഉപരമിച്ച് ഏകമാകുന്ന അനുഭവം വരും. നടിച്ചിടും നമശിവായ നായകാ നമോ നമ. എത്ര കാലമായി ഈ പ്രാണനും അപാനനും ഇങ്ങനെ സഞ്ചരിച്ചിട്ടും ആ ജഗദീശ്വരനെ കാണാൻ പറ്റിയില്ല. പക്ഷേ ജഗദീശ്വരനെ അറിഞ്ഞു കഴിയുന്ന നിമിഷം ഈ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനും സർവവും അവിടേക്ക് അടങ്ങി ഏകമായി മാറുന്ന അനുഭവമാണ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ നാട്യന്തരാളത്തിലിരുന്നു കൊണ്ട് മെടിക്കുന്നതും മൂളുന്നതും അതുപോലെ തന്നെ സ്പന്ദിക്കുന്നതുമെല്ലാം ആ ഒരേ ഒരു ഈശ്വരശക്തിയാണ് എന്ന ഏഴാമത്തെ അല്ലേ അതും. ഓക്കെ. അടുത്തത് ആത്മോപദേശ ശതകത്തിലെ 27-ാമത്തെ ശ്ലോകം കേട്ടോ. 27-ാമത്തെ ശ്ലോകം ആരാ ഒന്ന് ചൊല്ലുക? ഒരാൾ മൈക്ക് ഓണാക്കിയിട്ട് ചൊല്ലും കേട്ടോ. നന്നായി ചൊല്ലാൻ അറിയാവുന്ന ഒരാൾ. ആത്മാവ് അറിവതു താനഥ നാമരൂപമായും കരണമുടി ഇന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കണ്ട മഹേന്ദ്രജാലമെല്ലാം. കണ്ടോ, ഇപ്പം ഈ പറഞ്ഞത് തമ്മിൽ എന്തെങ്കിലും ഗുരു പല പല വാക്കുകളിലൂടെ പറയുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഒരു പൊരുൾ കിട്ടിയാലുണ്ടല്ലോ, ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയാം. ഒരു തത്വം നമുക്കിങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കൃതിയും നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരും. തുളസിയുടെ സാറ് പറഞ്ഞ പോലെ താക്കോല് കിട്ടണം അല്ലേ. അപ്പോൾ ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ്. അറിവതു താൻ അധ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവത് കാണുക. ഓ, മഹേന്ദ്രജാലമെല്ലാം. ഇത് എന്തൊരു മഹാ ഇന്ദ്രജാലമാണ് പറയാണ്. അപ്പം നമ്മളെല്ലാവരും ഇരുട്ടിലിരുന്ന് അറിയുന്നവരാ. എന്താ ഇരുട്ട്? ജന്മാന്തരങ്ങളായി കൂട്ടിക്കൊണ്ടുവന്ന കർമ്മവാസനകളിൽപ്പെട്ട് ജനിമൃതികളിൽ പെട്ടുകിടക്കുന്നവരാ. വലയിൽ കുടുങ്ങി കിടക്കുക. പക്ഷെ പെട്ടെന്ന് നമുക്ക് അറിയില്ല, പെട്ട് കിടക്കുകയാണെന്ന് അറിയില്ലാതെ ഇവിടെ നീന്തി തുടിച്ച് നടക്കുന്നവരാണ് നമ്മെ. പെട്ടെന്ന് അറിയണ്ടേ ആദ്യം? ഞാൻ പെട്ടിരിക്കുകയാണെന്ന് അറിയണം ആദ്യം, എന്നാലേ രക്ഷപ്പെടാനുള്ള മാർഗം തെളിയുള്ളൂല്ലോ. അപ്പോൾ പറയാണ്, അജ്ഞാനമാകുന്ന ഇരുട്ടിലിരുന്നു കൊണ്ട് ഞാനെന്ന് സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകാശമാണ് ആത്മാവെന്ന്. അപ്പോൾ നമ്മളുടെ വാസനകളാകുന്ന കൂരിരുട്ടിലും പ്രകാശമാകുന്ന ആ ആത്മാവിരുന്ന് തെളിയുന്നുണ്ടെന്ന്. എത്ര കൃപാലുവാണ് അമൃതവസ്തു. അജ്ഞാന ആവരണമാകുന്ന കൂരിരുട്ടിലിരുന്നു കൊണ്ട് ഞാനെന്ന് അറിയുന്ന പ്രകാശമാണ് ആത്മാവെന്ന്. നമ്മുടെ കർമ്മവാസനകൾക്കിടയിലും ഈശ്വരൻ എണ്ണിപ്പിടിച്ചറയിലിട്ട് കൊളുത്തിവെച്ച എരിയുണ്ടല്ലോ, അത് ഈ അജ്ഞാന ആവരണത്തിനിടയിലും ഇരുന്നു കൊണ്ട് പ്രകാശിക്കുന്ന പ്രകാശമാണ്.
ജ്ഞാനമാകുന്ന ഇരുളിലിരുന്നു കൊണ്ട് ഞാൻ എന്ന് സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകാശമാണ് ആത്മാവെന്ന് പറയാണ്. അത് തന്നെയാണ് നാമവും രൂപവുമായി വന്നിരിക്കുന്നത്. ആ ആത്മപ്രകാശത്തിലാണ് സർവ്വതിൻ്റെയും നാമവും രൂപവുമായി നമ്മൾ അറിയുന്നത്. ആ ആത്മവെളിച്ചത്തിലാണ്. പിന്നെ പറയാണ് അറിവതു താൻ. ആ അറിവ് തന്നെയാണ്, ആ കൊളുത്തി വെച്ചിരിക്കുന്ന ആ വെളിച്ചം തന്നെയാണ് നാമമായും രൂപമായും വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അറിവതു താൻ അധ നാമരൂപമായി വന്നതും കരണമോട് ഇന്ദ്രിയ കർത്തൃകർമ്മമായും. കരണം എന്ന് പറയുന്നിടത്തൊക്കെ അന്ധകരണം എടുത്തോളണം. അന്ധകരണമായതും ഇന്ദ്രിയങ്ങളായതും കർത്താവായും കർമ്മമായും ഒക്കെ ആ വന്ന മഹാ ഇന്ദ്രജാലമായി വന്നിരിക്കുന്നത് ആ പ്രകാശമാനമായ നമ്മൾ കൊളുത്തി വെച്ചിരിക്കുന്ന അറിവ് തന്നെയാണ്. അതിലൂടെയാണ് നാം ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും അറിയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നാം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും അറിയേണ്ടതിനെ മാത്രം അറിയുന്നില്ല. അല്ലാത്തതിൻ്റെയൊക്കെ വെറും നശ്വരമായ ജഡവസ്തുക്കളുടെ പുറകെ നമ്മൾ പാഞ്ഞു അടക്കുന്ന നാം ഈ ആത്മവെളിച്ചത്തെ അറിയുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറയാണ്, നമ്മളുടെ സൂത്രത്തിലേക്ക് വരാൻ നമ്മുടെ സമയം ഏകദേശം ആകാറുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് സ്വാഭാവികമായ ജ്ഞാനത്തിൽ നിന്നും, ഒന്ന് ഓഡിയോ മ്യൂട്ടാക്കണേ, സ്വാഭാവികമായ ജ്ഞാനത്തിൽ നിന്നും പിന്നെ ഉപാധിരഹിതമായ ആ നിരുപാധിക ജ്ഞാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം. ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ സ്വാഭാവികമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അതിൽ നിന്ന് എല്ലാ ഉപാധികളുമായി ഇരിക്കുന്നത് ഈശ്വരനാണെന്ന് അറിയുമ്പോൾ ആ സ്വാഭാവികത്തിൽ നിന്ന് നിരുപാധികമായ ജ്ഞാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യം മറന്നു പോകാതിരിക്കണം. അതിന് ഗുരു ഇത്രയും ഉദാഹരണങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ സൂത്രം പറയുകയാണെങ്കിൽ ജ്ഞാതൃജ്ഞാനങ്ങൾ അന്യോന്യം വിഷയവും വിഷയിയും ആയിരിക്കയാൽ മിഥുനത്വം ഉണ്ടെന്നറിയണം എന്നാണ്. ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ജ്ഞാതാവും ജ്ഞാനവും പരസ്പര വിഷയീ ഭാവം കൊണ്ട് മിഥുനത്വമുണ്ട് എന്ന് പറയുക. അപ്പോൾ കാണപ്പെടുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായ സകലതും ജ്ഞാതാവ് എന്തു ചെയ്യും? തന്നെ അറിവിലടങ്ങുന്നതായി അനുഭവിക്കണം. സ്ഥൂലവും സൂക്ഷ്മവുമായ സകലതും ജ്ഞാതാവ് തന്നെ അടങ്ങുന്നതായി അറിയണം. ഇതൊക്കെ നമ്മുടെ നമ്മൾ സാക്ഷാത്കരിക്കേണ്ട വഴികളാണ്. കാണപ്പെടുന്നത് നമ്മളിലേക്ക് അടങ്ങണം. തുടർന്ന് ഈ സർവ്വതും ഞാനാണെന്ന് അറിയുമ്പോൾ ആ ദൃക്കും ആ പരമമായ സത്യത്തിലേക്ക് അടങ്ങണം, അല്ലേ? അങ്ങനെ അടങ്ങുമ്പോൾ ജ്ഞാതാവും ജ്ഞാനവും ഉണ്ടോ? അറിയുന്നവന് അറിവ് ഒന്നായി മാറിയില്ലേ? ഉപ്പായി മാറിയപ്പോൾ പിന്നെ രണ്ടും ഒരേ ഒരു സ്വഭാവമുള്ള ഉപ്പായി മാറി. ഉപ്പുപാവയുമില്ല, കടലുമില്ല. കടലിൻ്റെ ആഴമളക്കാനായിട്ട് ഉപ്പുപാവ കടലിലേക്ക് ചാടിയാൽ പിന്നെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അതുപോലെ അറിയേണ്ടതിനെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ജ്ഞാതാവും ജ്ഞാനവും ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ അന്യോന്യം അവ ഇനി ഉണ്ട്, ജ്ഞാതാവ് ജ്ഞാനം ഉണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് അന്യോന്യം വിഷയവും വിഷയിയുമായി മിഥുനത്വമായിട്ടായിരിക്കും ഇരിക്കുന്നത് എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ അതാണ് ജ്ഞാതൃജ്ഞാനങ്ങൾക്ക് വിഷയത്വം ഉള്ളതുകൊണ്ട് മിഥുനത്വം കൽപ്പിച്ചിരിക്കുന്നു എന്ന് സൂത്രാർത്ഥം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മിഥുനത്വം എന്ന വാക്കിന് ഒരു അർത്ഥം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. മിഥുനം എന്ന വാക്കിന് ഇണ എന്നർത്ഥമുണ്ട്. മിഥുനം എന്ന വാക്കിന് ഇണ എന്നർത്ഥമാണ്. ഈ പദത്തിന് സ്ത്രീ പുരുഷ ദ്വന്ദ്വത്തിലാണ് നമുക്ക് ഇതിന് അർത്ഥം കൽപ്പിക്കാവുന്നത്. നമ്മൾ സാധാരണ അങ്ങനെയാണ് പറഞ്ഞു വരാറ് മിഥുനം എന്ന വാക്ക്. അപ്പോൾ ഇവിടെ ദമ്പതികളിൽ ഒരു വ്യക്തി പ്രധാനം അല്ലെങ്കിൽ വിഷയിയായിരിക്കുമ്പോൾ മറ്റേ വസ്തു അപ്രധാനം അഥവാ വിഷയം ആയിരിക്കും എന്നർത്ഥം. രണ്ടിനും പ്രാധാന്യമുണ്ട്. ഒന്നിന് പ്രധാനമുള്ളപ്പോൾ മറ്റത് അപ്രധാനമായിരിക്കും, ഒന്ന് അപ്രധാനമായിരിക്കുമ്പോഴും മറ്റത് പ്രധാനമായിരിക്കും. അപ്പോഴാണ് അന്യോന്യ വിഷയിത്വം വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാതൃജ്ഞാനയോഹോ അന്യോന്യ വിഷയത്വാൻ മിഥുനത്വമിതി. ജ്ഞാതൃജ്ഞാനങ്ങൾക്ക് വിഷയത്വം ഉള്ളതുകൊണ്ട് മിഥുനത്വം കൽപ്പിച്ചിരിക്കുന്നു. അറിയുന്നവനിൽ നിന്നും അറിവ് ഒട്ടും ഭിന്നമല്ല.
ഈ കാണുന്ന സകലതും ഒരേ ഒരു പൊരുൾ തന്നെയാണ് എന്ന ആ ഒരു വലിയ ആശയത്തെ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സൂത്രത്തിൽ നിന്ന് അടുത്ത ക്ലാസ്സിൽ അടുത്ത സൂത്രത്തിലേക്ക്, അതായത് ജ്ഞാതൃജ്ഞേയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നന്നായി റിവൈസ് ചെയ്തിട്ട് വേണം, ഓഡിയോ നിങ്ങൾക്ക് ഇട്ട് തരും ക്ലാസ്സിൻ്റെ, അതൊന്നും കൂടി കേട്ട് ആ നമ്മൾ ഉദാഹരണമായി തന്ന ശ്ലോകങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിച്ച് നല്ല വൃത്തിയായി ഒരു ആശയം നമ്മളിലേക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ ക്ലാസ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.